ഇലക്ഷൻ കമ്മീഷൻ ഇതുവരെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് മിക്കവാറും ഏപ്രിൽ 2-ാം വാരത്തോടെ നടക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. അടുത്ത മാസം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സംഘം സംസ്ഥാനത്ത് വരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പേ പാർട്ടികളിലും മുന്നണികളിലും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ വളരെ സജീവമായി. ഏതാണ്ട് തെരഞ്ഞെടുപ്പ് ആസന്നമായി എന്നൊരു തോന്നൽ എല്ലാ മുന്നണികളിലും വന്നു കഴിഞ്ഞു. സീറ്റുകൾ വെച്ചുമാറുന്നതിലും ചർച്ചകൾ നടക്കുകയാണ്. ഇപ്പോൾ വിവിധ ഇടങ്ങളിൽ നിന്ന് നമ്മുടെ പ്രതിനിധികൾ ചേരുകയാണ്. ആദ്യം ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി, അതുപോലെ കോഴിക്കോട് ദീപക് തർമ്മൻ ഉണ്ടാവും, കൊച്ചിയിൽ വിൻസി വിജയനും, കട്ടപ്പനയിൽ നിന്ന് രാഹുൽ വിജയനും, കോട്ടയം നിന്ന് ടോബി ജോൺസണും, കോഴിക്കോട് നിഖിൽ പ്രമേഷും, കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജനും ചേരും. ആദ്യം ഡൽഹിയിലേക്ക്. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. ബൽറാം, ഡൽഹിയിൽ നിന്നുള്ള വിവരങ്ങൾ പറയൂ. വെരി ഗുഡ് മോർണിംഗ് SKN. വീണ്ടും ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ് രാജ്യം. കേരളം അടക്കമുള്ള 5 സംസ്ഥാനങ്ങളിലാണ് ഇനി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. കേരളം, പശ്ചിമ ബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നീ സംസ്ഥാന നിയമസഭകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് ഏപ്രിൽ മാസത്തോടെ നടക്കാൻ ഇരിക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമികമായ അവലോകനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുമായി കേന്ദ്ര ഡെപ്യൂട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ചർച്ചകൾ നടത്തിയിരുന്നു. പ്രധാനമായും ഈ 5 സംസ്ഥാനങ്ങളിലെയും ക്രമസമാധാന സാഹചര്യം സംബന്ധിച്ചാണ് ചർച്ചകൾ നടത്തിയിരിക്കുന്നത്. ഇതിൽ ഓരോ സംസ്ഥാനത്തെയും സാഹചര്യങ്ങൾ അവലോകനം ചെയ്ത ശേഷം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രാഥമികമായ തീയതി ക്രമം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഏപ്രിൽ 2-ാം വാരത്തോടെയായിരിക്കും തെരഞ്ഞെടുപ്പ് നടത്തുക എന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ. ആ ഒരു സമയമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിക്കുന്നത്. ഒപ്പം തന്നെ തമിഴ്നാട്ടിലും അതിനു മുൻപായി തന്നെ തെരഞ്ഞെടുപ്പ് നടത്താനാണ് ആലോചിക്കുന്നത്. കേരളത്തിലും തമിഴ്നാട്ടിലും ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയുന്നതാണ് നിലവിലുള്ള ക്രമസമാധാന സാഹചര്യം എന്നുള്ള വിലയിരുത്തലിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉള്ളത്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പായി സംസ്ഥാനങ്ങളിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം നടത്തുന്നുണ്ട്. കേരളത്തിൽ ഫെബ്രുവരി ആദ്യ വാരത്തിലായിരിക്കും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം നടത്തുക. നേരിട്ട് തന്നെ സാഹചര്യങ്ങൾ വിലയിരുത്തിയ ശേഷമായിരിക്കും തുടർന്ന് യോഗം വിളിക്കുകയും തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുകയും ചെയ്യുക. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.